സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹലോ, ഗുഡ് ഈവനിങ്. അറുപത്തൊന്നാമത്തെ യൂണിറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കാരണം പല തിരക്കുകളിൽ നിന്ന് ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തരും ഈ ഒരു സെഷനിൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നമ്മൾ സ്വാഗതം പറയാണ്. പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മളൊരു കുട്ടീന്റെ മൈൻഡ് സെറ്റോട് കൂടി വന്നിരിക്കുക. കാരണം കുട്ടികളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പം നിഷ്കളങ്കരാണ് അല്ലേ. കാരണം അവരെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉള്ളിൽ തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു കുട്ടികളുടെ മൈൻഡ് സെറ്റ്, ആ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുക. അതേപോലെ തന്നെ ഒരു എം ടി കപ്പായിട്ട്, പിന്നെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പല തിരക്കുകളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു മൈൻഡൊക്കെ ഒന്ന് കാമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. അതേപോലെ എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. സുഖല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ഓക്കെ, എല്ലാരും ഹാപ്പി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ എന്തായാലും. അപ്പോ നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മളെ സ്വന്തം മിസ് തന്നെയാണ്. ആളെ സെഷൻ ഏത് ലെവലാന്ന് അറിയാലോ. അപ്പോ എല്ലാരും നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി വന്നിരിക്കുക. അപ്പോ നമ്മൾ മിസ്സിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ മിസ്റ്റർ. താങ്ക് യു റിഫ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളെ യൂണിറ്റ് ടോക്ക് 61 ആണല്ലേ ഇന്ന്. റിഫനെ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ആളെ മുന്നേയും നമ്മളെ വീഡിയോ വന്ന ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ടീം മെമ്പർ തന്നെയാണ്. തൃശ്ശൂരിലാണ്, ഒരു മോളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ടീമിൽ കയറിയിട്ട് ഏകദേശം 4 മാസത്തോളം ആയി തുടങ്ങി. അപ്പൊ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ചിലരിപ്പോ വീഡിയോയിൽ ആളെ കണ്ടപ്പോൾ ആരാണ് ഇതിന്റെ രീതിയിൽ നോക്കിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ് കേട്ടോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മളെ ഫസിലിസേരെ മാത്രമേ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. വേറെ തിരക്കിലോ മറ്റു യാത്രയിലോ ഒന്നും ഇല്ല എങ്കിൽ നീ വരും. കാരണം നമ്മൾ എന്തായാലും ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിറിഫ പറഞ്ഞ പോലെ ഞാനാണ് സെഷൻ എടുക്കുന്ന. ഒരു വലിയ സെഷൻ ആയിട്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്യണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പോകാന്നില്ലാണ്. അഫ്സൽ സാർ ചെറിയൊരു പനി പിടിച്ച് അതിന്ന് റിക്കവറിങ് ആയി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ സൗണ്ട് ഒക്കെ സെറ്റ് ആയതിനു ശേഷം അടുത്ത പ്രാവശ്യം അഫ്സൽ സാറിനെ വരും. ചിലരൊക്കെ അഫ്സൽ സാർ എക്സ്പെക്ട് ചെയ്ത് കയറിയവരുണ്ടാവുമല്ലോ. അതാന്നിട്ടോ പറഞ്ഞേ. ഇനി നമ്മൾ ടോപ്പിക്കൊന്നും എവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് പനീന്റെ കുറച്ച് ലക്ഷണം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ എടുക്കുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പിന്നെ ലാസ്റ്റ് പനിയായാലും വേണ്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായപ്പോ എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യും എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ പിറകില് ഞാൻ തന്നെ ചെയ്യാന്നുള്ള പറഞ്ഞാണ്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷന്റെ കുറച്ചത് നിങ്ങൾ സെഷനിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. മുൻകൂർ ജാമ്യം എടുക്കണം ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. ഇന്ന് നമ്മൾ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നു സെറ്റ് യുവർ എനർജി എന്നുള്ളതാണ്. നമ്മൾ ഫസിലിസേര് മാത്രമേ ടോപ്പിക് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആളെനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചു തന്നെ എന്താണ് മിസ് ഞാൻ ടോപ്പിക് എന്നുള്ള കാര്യം. അപ്പൊ അതേ പറഞ്ഞ് സെറ്റ് യുവർ എനർജി എന്നുള്ളതാണ് കൊടുത്തിട്ടില്ല. അപ്പൊ കേൾക്കുമ്പോൾ തോന്നും പലതും നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെ പ്ലാന് സെറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളെ വീട് സെറ്റ് ആക്കുന്നത്, അങ്ങനെ പല സെറ്റാക്കൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഈ എനർജി സെറ്റ് ആക്കുക എന്നുള്ളതുകൊണ്ട് കുട്ടി ഉദ്ദേശിക്കുന്നേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ നിങ്ങളൊക്കെ മൈൻഡില്. അത് നമുക്കൊരു കഥ വെച്ചിട്ട് തുടങ്ങാം. നമ്മളെല്ലാവരും കേട്ട് മടുത്തിട്ടില്ല, പലയിടത്തുനിന്ന് കേട്ടൊരു കഥ തന്നെയാണത്. രണ്ടാളുകള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വയ്യാതൊക്കെ ഒരസുഖമായിട്ട് വയ്യാതെ എടുക്കാണ്. അതിൽ ഒരാള് നമ്മള് ഹോസ്പിറ്റലിൽ വാർഡിലാണ് നിൽക്കുന്നത്, ഒരുമിച്ചാണ്. ഒരാളുടെ റൂം കിടക്കുന്നത് ജനലിന്റെ അടുത്താണ്. കട്ടിൽ കിടക്കുന്നത് ജനലിന്റെ അടുത്താണ്. ആൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിന്റെ തൊട്ടടുത്ത ആൾക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ഇയാൾ പറഞ്ഞത് വഴി പുറത്തെ കാഴ്ചകളെ കുറിച്ച് അറിയാം. അതായത് കട്ടിലിന്റെ അടുത്ത് ഒരാൾ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ആൾ ഇയാൾക്ക് വേണ്ടിയിട്ട് പുറത്ത് കാണുന്ന കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അവിടെ നല്ല കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട്, നല്ല രസമുള്ള മലയുണ്ട്, പുഴയുണ്ട്, അങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മൾ പ്രകൃതി ഭംഗി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആള് പറഞ്ഞു കൊടുക്കും അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഈ കാണാത്ത ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും എന്താണ് ആ ജനലിന്റെ അപ്പുറം എന്ന് അറിയാന്. അപ്പൊ ഇയാളോട് പലപ്പോഴും ചോദിക്കും ഞാനൊന്ന് അങ്ങോട്ട് കിടന്നോട്ടെ, ഞാൻ കുറച്ച് സമയം ജനലിന്റെ അങ്ങോട്ട് ഞാനൊന്ന് കിടന്നോട്ടെ. അപ്പൊ ഈ ജനലിന്റെ അടുത്ത് കിടക്കുന്ന ആൾ ഒരിക്കലും സമ്മതിക്കൂല. ഞാൻ ഒരിക്കലും നീ കിടക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയാ. അങ്ങനെ ഈ ജനലിന്റെ അടുക്കടുത്ത് കിടക്കുന്ന ആള് മരിക്കുകയാണ് ഒരു ദിവസം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് സന്തോഷത്തിന്റെ ഒരു ഇത് വരെയാണ്. ഇനിയിപ്പോ മരിച്ച ശേഷം ഇയാൾക്ക് അവിടെ കിടക്കാലോ, വേറെ ആരും ഇല്ലല്ലോ. ഈ ഹോസ്പിറ്റലിൽ ജനലിന്റെ അടുത്തില്ല, കട്ടില്, ഇവിടെ കിടക്കാനുള്ള ഒരു അവസരം കിട്ടില്ലേ. അങ്ങനെ കിടന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അപ്പുറത്ത് നമ്മൾ കുറെ ഈ ആദ്യം കിടന്നിരുന്ന ആള് കുറെ ഡിസ്ക്രൈബ് ചെയ്തെടുത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾക്ക്. എന്ത്, അവിടെ നല്ല പുഴയുണ്ട്, മലയുണ്ട്, കുട്ടികൾ കളിക്കുന്ന കാണാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ മിഥ്യയാണ് എന്നുള്ള സത്യം ഇയാൾ അങ്ങോട്ട് കിടന്നപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായത്. കൂടാതെ ആ കിടന്നിരുന്ന വ്യക്തി
കണ്ടു കാണാത്ത ഒരാളും കൂടെ ആയിരുന്നു. കണ്ടു കാണാത്ത ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോ ഈ കഥ പലരും കേട്ടിട്ടുള്ളതായിരിക്കും ഇത്. നമ്മൾ പല സെഷൻസിലും പലരും പറയുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് ഈ സ്റ്റോറി. ചിലർക്ക് അറിയുന്നുണ്ടാവും. അതായത് ആദ്യം കിടന്നിരുന്ന വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ജനലിന്റെ അപ്പുറം കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഈ അപ്പുറത്ത് കിടക്കുന്ന വ്യക്തിക്ക്. പക്ഷേ പിന്നീട് ഈ ആദ്യം കിടന്നിരുന്ന വ്യക്തി മരിച്ച സമയത്താണ് അറിയുന്നത് അയാൾ ഒരു അന്ധനായിരുന്നു എന്നുള്ളതും ആ കാഴ്ച അവിടെ ജനലിന്റെ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ള സത്യം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം അവളെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ അവിടെ ആ ആളുടെ പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റി ആയിരുന്നു അത്രയും നല്ല കാഴ്ചനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയാൾ അന്ധനായിട്ട് പോലും തന്റെ അപ്പുറത്തുള്ള വ്യക്തിക്ക് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അപ്പുറം കണ്ട കാഴ്ച പറഞ്ഞു കൊടുത്തത്. ഒരിക്കലും ഞാൻ അന്ധനാണ് എന്നുള്ള സത്യം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുത്തിരുന്ന സംഭവങ്ങള് അവിടെ നല്ല കാഴ്ചയുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഏതൊരു അവസ്ഥയിൽ നിന്നായാലും പോസിറ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കാണണമെങ്കിൽ നമ്മൾ എനർജി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാഴ്ചനെ അയാൾക്ക് അന്ധതയിലും കാണാൻ പറ്റില്ലോ. അവിടെ വന്നിട്ടില്ല ആ ഒരു കാര്യത്തിനാണ് ഞാൻ ഇവിടെ എനർജി എന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ച് സെറ്റ് യുവർ എനർജി എന്നില്ലേ. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ സിറ്റുവേഷൻസ് ഫേവറബിൾ ആയിട്ട് സാഹചര്യങ്ങൾ ആരും വീഡിയോ മോഡിൽ കാണുന്നില്ല കേട്ടോ, ഫസിൽ സാർ മാത്രമാണല്ലേ, പറ്റുന്നവരൊക്കെ ഒന്ന് വരി. അപ്പോഴാണ് എന്തെങ്കിലും പറ്റിയത്, ഞാനിങ്ങനെ റേഡിയോ ജോക്കി പോലെ ആവുമല്ലോ അത്, അതുകൊണ്ടാണ്. പറ്റുന്നവരൊക്കെ വരും. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, തിരക്കിലായോണ്ടായിരിക്കും, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ ഒരു എനർജി നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി, പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ ആ സിറ്റുവേഷനെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സെഷനിലായിട്ട്. ഒരു സെറ്റ് എനർജി എന്നുള്ള നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം എനർജി ബേസിലാണ്. അത് നമുക്ക് ആദ്യം, അതായത് ഇപ്പൊ ഞാനിപ്പോ നമ്മൾ ഈ എനർജിക്ക് മൂഡ് എന്നുള്ള പേര് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്ന സമയം ഇന്നൊക്കെ മൂഡില്ല. ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യുമ്പോഴൊക്കെ പറയലുണ്ട്, ഇന്ന് രാവിലെ ടൂൾസ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു മൂഡില്ല, അതുകൊണ്ട് നടന്നില്ല. മെഡിറ്റേഷൻ ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഒരു മൂഡ് കിട്ടിയില്ല, ഒരു സുഖം കിട്ടിയില്ല. നമ്മൾ ഈ മൂഡും എനർജിയും ഒക്കെ കണക്റ്റഡ് ആണ്. നമ്മൾ നല്ല വൈബായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അഷ്റഫ് സർ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്, താങ്ക് യു സർ. അപ്പോൾ എനർജീനെ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ച സെഷനിൽ നിന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ അത് എന്തിനാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മനുഷ്യനായിട്ട് ഇരിക്കാൻ നമ്മളെ എനർജി, നമ്മളെ തോട്ട് പോസിറ്റീവ് ആവേണ്ടതുണ്ട്. അതായത് അടിപൊളിയായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയലുണ്ട് എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റില്ല, എൻ്റെ എല്ലാ സിറ്റുവേഷനും നോക്കിയല്ല, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, വൈഫുമായിട്ട് പ്രശ്നമുണ്ട്, മക്കളുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയ ശേഷം നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റൂല. അതൊരു യൂണിവേഴ്സൽ, ഒരു പ്രാപഞ്ചിക ലോക സത്യമാണത്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറ്റും, പക്ഷെ നമ്മൾ എന്ന വ്യക്തിക്ക് അവിടെ ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും ഏത് അവസ്ഥയിലാണെങ്കിലും. നമുക്ക് ഇനിയിപ്പോ വയ്യാതിരിക്കുന്നായാലും അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നുള്ള ടൈമിലായാലും നമ്മൾ ഇന്ന് വ്യക്തി അവിടെ ഓക്കെ ആണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് പറയുന്നതാണ് നമ്മളിന്ന് വ്യക്തിനെ എല്ലായിടത്തും ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ് എനർജി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ല. നമുക്കൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങള് ലോജിക്കിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്ത കുറെ ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ ഷോപ്പാണെങ്കിലും നമ്മളൊക്കെ മൈൻഡിൽ കളിയാക്കാന്നുള്ള രീതിയിലല്ല കേട്ടോ പറയുന്നത്, കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്കൊരു യൂസുഫ് അലി ആവുന്നതും അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഷാജുക്ക് ആവുന്നതും അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണുക. ആ സ്വപ്നത്തിന്റെ പിറകെ പോകാൻ നമുക്ക് എനർജി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിലനിർത്താന്നുള്ള അത്യാവശ്യമാണ്. അത് ആരുടെ കേസാണെങ്കിലും കേട്ടോ. ഇത് ചെറിയ ഷോപ്പ് നടത്തുന്നതിലും ഇനിയിപ്പോൾ കുട്ടികളുടെ ആയാലും ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാവുമല്ലോ. ഞാൻ വർക്ക് ചെയ്യുന്ന ആളുകൾ ഫസ്ലുക്കാരെ വീഡിയോ മോഡിൽ കണ്ടുകൊണ്ടാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഒന്ന് എക്സാമ്പിൾ എടുത്തത്, ആളൊന്ന് കൺസിഡർ ചെയ്തിട്ട്. ഏത് രീതിയിലായാലും ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീന്റെ ലക്ഷ്യം 10ാം ക്ലാസ് ആകുമ്പോൾ ഫുൾ A+ നേടുക എന്നുള്ളതായിരിക്കും. ആ കുട്ടീനെ സംബന്ധിച്ച് ഇതൊരു വലിയ ലക്ഷ്യമാണ്. നമ്മളൊക്കെ പറയലുണ്ടല്ലോ, മറ്റേ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെയും സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെയും ബുക്ക് ഒരുപോലെയാണ്. അതുപോലെ ഓരോരുത്തർക്കും അവരുടെ ലക്ഷ്യമായിരിക്കും വലുതുണ്ടാവുക. അപ്പൊ അത് നേടാന് നമ്മളൊരു യാത്രയിലായിരിക്കും. കുറെ ഡൗണുകൾ വരും, കുറെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വരും, മനസ്സിലാവാത്ത കാര്യങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താണ് പഠിച്ചത്, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് ഈ നടക്കൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും നടക്കൂലല്ലോ. പക്ഷെ അപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഈ എനർജീന് ആവശ്യമാണ്. അപ്പൊ എനർജി സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴും പറയല്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു സ്പിരിച്വൽ വാല്യൂ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള സംഭവം. ഒരു വാല്യൂ നമ്മൾ ഹോൾഡ് ചെയ്യുക ഏത് സമയത്താണെങ്കിലും. ഇപ്പൊ നമ്മളെ ബിസിനസ് ഡൾ ആയിട്ടാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും നിങ്ങൾ എന്ന വ്യക്തി ഒരു വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
ഇപ്പോ ഒരു ഹോട്ടലൊക്കെ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആളൊരു ഒരു എക്സാമ്പിൾ ഒരു സെഷനിൽ കേട്ട് കാര്യമായിരുന്നു. ആഹ് ഒരു ഹോട്ടൽ മാനേജർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് എന്റെ ഹോട്ടലിൽ വരുന്ന പലരും ആരും ഫുഡിന് വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്യരുത്. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണല്ലോ അത്. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡർ കൊടുത്താൽ കുറച്ച് അധികം സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാല്യൂ ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? എന്റെ ഹോട്ടലിൽ വരുന്ന ഒരാളും കുറേ സമയം ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ഹോട്ടലാണ് എക്സാമ്പിൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഷോപ്പിലാണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല കെയർ, ഒരു കസ്റ്റമറിനാണെങ്കിൽ ഏറ്റവും നല്ല ഡീലിങ്സ് അയാൾക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചർ വിചാരിക്കുകയാണ് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടിയെ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്യാം. അത് എവിടെയും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോവാതിരിക്കുന്ന സമയത്ത് നമ്മളെ സാഹചര്യങ്ങൾ ഓക്കെ അല്ല എങ്കിലും നമ്മൾ എന്ന വ്യക്തി ഉള്ളിൽ ഓക്കെ ആവും. പലപ്പോഴും പല വിജയങ്ങൾ പറയുന്ന സമയത്തും ഇപ്പൊ നമ്മളൊരു റിലീജിയസ് പരമായിട്ട് പറയുകയാണെങ്കിലും അവിടെ ഒക്കെ ഒരു സ്പിരിച്വൽ വാല്യൂ ആഡ് ചെയ്ത കാര്യം എല്ലാവരും പറയാറുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ് ID മുസ്തഫ സർ, ഇഡ്ലി ബിസിനസിന്റെ അറിയുന്നുണ്ടോ? റെഡി ടു മേക്ക് ഇഡ്ലിന്റെ ഓണർ. ആള് സെറ്റ് ചെയ്തൊരു വലിയ വാല്യൂ ആയിരുന്നു നോ ഇൻട്രസ്റ്റ് നോ ലോൺ എന്നില്ല, പലിശയില്ല ലോണും ഇല്ല എന്നുള്ളൊരു കാര്യം. ആളത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ID മുസ്തഫ സർ എന്ന് പറയുമ്പോൾ റെസ്പെക്ട് തോന്നുന്നത് നമ്മളൊരു വിശ്വാസികളാവുന്ന സമയത്തും ആൾ ആ ഒരു വാല്യൂ സെറ്റ് ചെയ്താണ്. അതിന്റെ പിറകിൽ അയാൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ ആ സ്ട്രഗിൾസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു വാല്യൂ ഇങ്ങനെ നോക്കി കാണാണ്. അതുപോലെ എങ്കിലും ചെയ്യുന്ന പ്രവർത്തനം എന്ത് ചെറുതാണെങ്കിൽ പോലും ഒരു നല്ല വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ വാല്യൂ നമ്മളെ ഫോക്കസ് വാല്യൂവിലേക്ക് ആവുന്ന സമയത്ത് നമ്മളെ എനർജി ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ റിയാസ് കയ്യിലും എല്ലാവരും പറയുന്നതാണ് സെറ്റ് യുവർ ഇന്റൻഷൻ, ഇന്നമൽ അമാലു ബിൻ നിയാത്ത്. നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു വാല്യൂട് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അത് ഇത് ഞാൻ പഠിക്കുന്ന മക്കളാണെങ്കിലും ആരാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു വീട്ടിൽ ചെയ്യുന്ന വർക്കാണെങ്കിൽ പോലും അതിനൊരു വാല്യൂ സെറ്റ് ചെയ്യുക. എൻ്റെ വീട് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കും, അത് എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും നല്ലൊരു ജീവിതം നിൽക്കുന്ന ഒരു വൈഫിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ്. അല്ലെങ്കിൽ ഞാൻ എന്ന മകൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ ഞാൻ ഹാപ്പി ആയിട്ട് നോക്കും, ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഒരു വാല്യൂ അവിടെ സെറ്റ് ചെയ്യാം. ഈ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മൾ കുറച്ചു കാലം ആ ഒരു വാല്യൂ നമ്മളും കൂടെ ഒരു ബാരിയർ ഉണ്ടാവും മുന്നോട്ട് പോകാന്. ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നമുക്ക് ലാഭത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാതെ കുറച്ചൊരു സർവീസ് മൈൻഡിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഡള്ളായിരിക്കും ഈ സ്ട്രഗിൾ. നമ്മൾ ഇന്ത്യയിലൊക്കെ കുറേ ബിസിനസ്സുകൾ 5 വർഷം പോലും എത്തുന്ന മുന്നേ പൂട്ടി പോവാന്ന് കേൾക്കാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങോട്ട് കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും അവിടെ ട്രസ്റ്റബിൾ പ്രോസസ്സ് നമുക്ക് നടക്കണമെന്നില്ല. അപ്പൊ അതുപോലെ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു വാല്യൂ സ്ട്രഗിളിംഗ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ വാല്യൂ ആയിരിക്കും നിങ്ങളെ ബിസിനസ്സിനായാലും നിങ്ങൾ എന്ന വ്യക്തിനെ ആയാലും കൊണ്ടുപോകുന്നുണ്ടാവാം. അതങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മള് ഇതുവരെ സക്സസ് ആയിട്ടുള്ള ആളുടെ കഥ എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ യൂസുഫ് അലി പറഞ്ഞിട്ടുണ്ട് 45 വർഷം എടുത്തിട്ടുണ്ട് ഇന്നത്തെ ലുലു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരും 45 വർഷം മുന്നേയുള്ള ലുലുവിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന യൂസുഫ് അലി ആള് ഹെലികോപ്റ്ററിൽ വരുന്നുണ്ട്, ആള് ഡിഫൻഡർ എടുക്കുന്നുണ്ട്, ആള് റേഞ്ച് റോവർ എടുക്കുന്നുണ്ട്, അടിപൊളിയാവുന്നുണ്ട്. പക്ഷേ ആ യൂസുഫ് അലി എന്ന വ്യക്തി കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രഗിളിംഗ് പ്രോസസ്സ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിയിലും ഒരു വാല്യൂ സെറ്റ് ചെയ്ത് ആ വാല്യൂ മുന്നോട്ട് വെച്ച് പോകാൻ വേണ്ടി ശ്രമിക്കാന്നില്ലാണ്. അത് ഞാൻ പറഞ്ഞ പോലെ അത്ര ഈസി ആവില്ല നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പക്ഷെ നിങ്ങൾ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ ബിസിനസ്സിൽ ഫസ്റ്റത്തെ 5 ഇയേഴ്സ് സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഗ്രോത്ത് ആയിരിക്കും. ഒരു കോമ്പൗണ്ട് എഫക്ട് തിയറി എന്നൊക്കെ പറയും. നമുക്ക് ആ 5 വർഷം പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂവിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടും നമുക്ക് റിട്ടേൺ ആയിട്ട് നമ്മളെ മെറ്റീരിയൽസിലൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കേട്ടോ, നമ്മൾ കൊടുക്കുന്ന സർവീസ് ആ കസ്റ്റമർ എന്നും റിമാർക്കബിൾ ആയിരിക്കും. ആ കസ്റ്റമർക്ക് എന്നും അത് വാല്യൂ ഉള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതൊന്ന് റിമൈൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു വാല്യൂ എപ്പോഴും ഹോൾഡ് ചെയ്യുക എന്ത് കാര്യത്തിലാണെങ്കിലും. ഇതേപോലെ പോലെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും, പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പിന്നോട്ട് മാറും. നമ്മളൊക്കെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും, നമ്മളൊക്കെ നാട്ടിലുണ്ട് കേട്ടോ, ഒരു പൂളക്കൊണ്ട ഡോക്ടർ എന്ന് പറയും. ആളെ പേര് അങ്ങനെ അറിയപ്പെടുക. അപ്പൊ വീട്ടിലൊക്കെ ആയാലും വല്യമ്മൊക്കെ പോകുന്ന സമയത്ത് പൂളക്കൊണ്ട ഡോക്ടർ പറയും. അവർക്ക് അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് വല്യമ്മനെ വേറെ ഡോക്ടറെ കാണിച്ചു. അപ്പോ അന്ന് വല്യമ്മ പറഞ്ഞു എന്റെ അസുഖം എന്തോ കുഴപ്പമില്ല, ആ ഡോക്ടർ ഒരു സുഖമില്ല, ആളെന്നെ പരിശോധിച്ചിട്ടൊന്നുമില്ല, ആളിൻ്റെ അടുത്തൊന്നും പറഞ്ഞേയില്ല എന്ന്. അപ്പൊ ഒരു ഡോക്ടർ ഫേമസ് ആയതിന്റെ പിറകിലും അപ്പൊ ഈ പൂളക്കുണ്ട് ഡോക്ടർ എന്നുള്ള ആളെ വ്യക്തിന്റെ പ്രത്യേകത, ആള് രോഗിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിശേഷം ചോദിക്കും എന്തൊക്കെയാണ് ആരുതല രീതിയിൽ. പക്ഷെ ഇത് മാറ്റിയൊക്കെ ചോദിച്ച സമയത്ത് വലിയ പറഞ്ഞ എന്റെ അസുഖം മാറിയിട്ടില്ല, ആളിന്നെ നോക്കിയിട്ടൊന്നുമില്ല. ഈ പുതിയ ഡോക്ടറും മരുന്നൊക്കെ തന്നെയാണ് കൊടുത്തത്, പക്ഷെ ആളവിടെ ഹോൾഡ് ചെയ്ത് വാല്യൂ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ആണെങ്കിൽ പോലും. അതുപോലെ നമുക്ക് കിട്ടുന്നൊക്കെ സർവീസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആവട്ടെ അല്ലെങ്കിൽ ആരായി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഒരു വാല്യൂ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കൂലേ. എനിക്കൊക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ, ചിലരുടെ കടയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുള്ളൂ. എന്തൊക്കെ കാരണം ഉണ്ടെങ്കിലും ഇപ്പൊ ഫുഡ് കഴിക്കുന്നാലും നമുക്ക് അവിടെ ഒരു എന്താ പറയാ ആ ഒരു കിട്ടുന്ന സാധനത്തിനൊക്കെ അവിടുന്ന് കിട്ടിയ ഒരു
എന്താ പറയാ വൈബ് എന്നൊക്കെ പറയൂല, അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മൾ പോയ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു സംഭവം ഉണ്ടാവില്ലേ, ഒരിടത്ത് നിന്ന് അവിടെ സംസാരിച്ചപ്പോ നമ്മൾ നോക്കിയായൊക്കെ ഒരു അവസ്ഥ എന്ന് പറയൂലേ, അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് എനർജിയിലേക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പൊ നമ്മള് പലപ്പോഴും കല്യാണ വീടുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് വയസ്സൊക്കെ ആയ അല്ലെങ്കിൽ അല്ലാത്തവരുടെയും ഒരു കൂട്ടുണ്ടാവും, അവിടെ ഇരുന്നിട്ട് നാട്ടിലുള്ള എല്ലാ കഥകളും പറയുന്നുണ്ടാവും. ഓള് ചാടിപ്പോയതും ഓൻ അങ്ങോട്ട് പോയതും ഓള് വിളിക്കാത്തതും അങ്ങനെ പല കല്യാണ കഥയുണ്ടാവും. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന, നമ്മൾ ഇനി എത്ര വിദ്യാഭ്യാസ എഡ്യൂക്കേഷനുള്ള ആളുകളായി കഴിഞ്ഞാലും നമ്മൾ നടത്തുന്ന ചർച്ചകളും അത്തരത്തിലുള്ള തരം താഴ്ന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ചർച്ചകളായിരിക്കും. അപ്പൊ നമ്മളെ എനർജി ഭയങ്കര ലോ ആയിട്ടില്ല, എന്താ പറയാ, നമ്മൾ ആലോചിക്കുക അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് വല്ല ഗുണം കിട്ടുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്ന, അതായത് ഇങ്ങനത്തെ കല്യാണ ഒക്കേഷൻസിൽ നിന്ന് പോയിട്ട് നമ്മളെ സമയം വെറുതെ കളയരുത്, അതിനു പകരം അറിവുകളെ കുറിച്ചും മറ്റു സംഭവങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നിടത്ത് കൊണ്ടുപോയി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വേദിയിൽ നമ്മളെ എനർജി നമ്മൾ മാറി തുടങ്ങും. നമ്മൾ ഇനി എത്ര അറിവുള്ള ആളായി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മളും അതിലോട്ടായി മാറും. ഇതുപോലെ ആയിരിക്കും ഇപ്പൊ ഒരാള് ഭയങ്കര സങ്കടം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചില ആൾക്കാരെ കൊണ്ട് പറയൂലേ വീട്ടിലൊക്കെ, ഓരോ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എന്നും ദരിദ്രവാസിയാണ്, എന്നും ദരിദ്രം പറയാനേ നേരുള്ളൂ, കുറെ സുഖം ഉണ്ടായിരിക്കും പക്ഷെ എന്നും പരാതികൾ എങ്ങനെ എണ്ണി പറയാം. അനുഗ്രഹം ഓർക്ക് എപ്പോഴും ആ മോൻക്ക് ഇന്ന് വയ്യ, ആ മോൻക്ക് ശമ്പളമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഓനക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒക്കെ ശരിയായിക്കണം പക്ഷെ എന്നാലും എന്തൊക്കെ ഒരു ഇതുണ്ട് കുറേ. അതുപോലെ നമ്മൾ ഈ പോകുന്ന അതൊന്നും ആലോചിച്ചു, നിങ്ങളെ മനസ്സിൽ തന്നെ ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ ലൈഫിൽ വരുന്ന ചില വ്യക്തികൾ അങ്ങനെ ഉണ്ടാവലില്ലേന്ന്. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ വ്യക്തികളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ആ പരാതികൾ ഇങ്ങനെ കേൾക്കലാവും. ഇതൊക്കെ ഞാൻ എനർജീന്റെ സാധനം നമുക്ക് കണക്ട് ആവാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഈ എനർജി എന്ന് പറഞ്ഞ ഈ സാധനം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല, നമ്മൾ ചേർന്നിരിക്കുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു തോട്ടിങ് പ്രോസസ്സിലൊക്കെ വരുന്ന ചേഞ്ചസിനാണ് നമ്മളെ എനർജി എന്ന് വിളിക്കുന്നത്. നമ്മളെ തോട്ട്സ്, നമ്മളെ ഇമോഷന്, നമ്മളെ ഫീലിങ്സ്, ഇത് മൂന്നും കൂടെ വരുന്നിടത്താണ്. ഇത് മൂന്നും ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ ഇത് ഏറ്റവും മോശമായ രീതിയിലാണെങ്കിൽ സത്യം പറയാനാണ് ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ജീവിതം തന്നെ പ്രശ്നത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നില്ല. നമ്മളൊരു ഇപ്പൊ ഈ ന്യൂസ് ഒക്കെ ചിലർ കണ്ടിട്ടുണ്ട്, ചിലർക്കുള്ളൊരു ശീലമാണ് രാവിലെ തന്നെ ന്യൂസ് കേൾക്കാന്നില്ല. അത് നമ്മളെ എനർജി ഒന്ന് കുറക്കാൻ വേണ്ടി റീസണോ, കാരണം ഏതെങ്കിലും ന്യൂസിൽ രാവിലെ ഒരു ഏതെങ്കിലും അച്ചീവ്മെന്റ് പറയുന്നതോ അതല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മളാരെയും കാണലുണ്ടോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും കൊന്ന കൊലപാതകങ്ങളോ എവിടെന്നെങ്കിലും ഒക്കെ പിടിച്ചു പറയേണ്ടതോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ അങ്ങനത്തെ ന്യൂസ് ആയിരിക്കും രാവിലെ വരുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ രാവിലെ മാക്സിമം ഒഴിവാക്കുക, നമ്മളെ എനർജീനെ സേവ് ചെയ്യാനും നമ്മൾ തന്നെ കണ്ടെത്തണം ഒരു കാര്യത്തിനോട് കണക്ട് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഏത് സമയത്തും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അട്രാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നെ. എവിടെ പോവാണെങ്കിലും അപ്പൊ നമ്മളൊരു ദിവസം ഇങ്ങനെ ആലോചിക്കുക എന്റെ ചിന്താരീതികൾ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ നാട്ടിലൊക്കെ നല്ലതാ നോക്കണം, മുന്നേ നമ്മൾ തന്നെ വ്യക്തി ആദ്യം നല്ലതാ നോക്കണം കേട്ടോ. നമ്മളെ ചിന്ത പോസിറ്റീവ് ആണോ, ഞാൻ എപ്പോഴും പരാതി പറയുന്ന ആളാണോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സാഹചര്യങ്ങളിൽ മോശം കണ്ടെത്തുന്ന ആളാണോ എന്നൊക്കെ ഈ റിലേഷൻഷിപ്പിന്റെ കേസിലൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞൊരു സംഭവമാണ്, കേട്ടിട്ടില്ലാണ്. നമ്മൾ കമ്പയർ ചെയ്യും, ഓരോ ഹസ്ബൻഡ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ വൈഫ് ഇത്ര അടിപൊളിയാണ്, ഓരോ വൈഫ് ഇത്ര ഗ്ലാമർ ആണ് എന്നുള്ള സാധനങ്ങളൊക്കെ അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പലയിടത്തുനിന്ന് കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ കമ്പാരിസൺ വരുന്നിടത്തും നമ്മളെ എനർജി പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ കമ്പാരിസൺ വരുന്നത്. ഒരു നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങളിലേക്കും നമ്മളെ വലിയ സംഭവങ്ങളിലേക്ക് അടിപൊളിയായി പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും തൊന്റെ അപ്പുറത്തുള്ള ആരുടെയെങ്കിലും ജീവിതം കമ്പയർ ചെയ്തിട്ട് നമ്മളെ ജീവിതത്തിന് ഒരിക്കലും അളക്കൂല. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയില്ല, നിങ്ങളെ എനർജി, നിങ്ങളെ തോട്ടിങ് പ്രോസസ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയിലാണ് പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വലിയ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് എനർജിയായി മുന്നോട്ട് പോകുമ്പോൾ എന്നല്ലേ, ആ ഒരു എനർജി ആയിട്ട് എപ്പോഴും പോവാന്നുള്ള അത്ര പോസിബിൾ അല്ല. ഇപ്പൊ വലിയ ഗോൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചില സമയത്ത് നമ്മളെ ലോജിക്കുകൾ നമ്മളെങ്ങനെ കറക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ലാഭം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ പ്യുവർ ആയിട്ടൊരു സർവീസ് മൈൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രിഗർ ഉണ്ടാവും, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാവോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ലാഭങ്ങളോ, അങ്ങനെ നമ്മളെ ലോജിക് തോട്ടുകൾ ഉണ്ടല്ലോ, അത് ആ സമയത്ത് കുറക്കാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളതാണ്. അത് ഞാൻ ഈ ഇപ്പൊ സംസാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല, പക്ഷേ നമ്മളെ എനർജി ഹൈ ആണ്, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തോട്ട് നമുക്കൊരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ലോജിക്ക് വഴി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടൂല എന്നുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമല്ലേ. പ്രാർത്ഥനയിൽ നമുക്ക് എന്തും വിധിനെ മാറ്റാൻ വരെ കഴിവുണ്ട് എന്നുള്ള പ്രാർത്ഥനകൾക്ക് എന്ന് പറയാറില്ലേ. നമ്മളെടുത്ത് ഇസ്ലാം ഖുറാനിലായാലും മറ്റിടത്തൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളെ ലോജിക്കിൽ
പഠിച്ചവർക്ക് ഇപ്പം അത് പറ്റുമോ, അല്ലെങ്കിൽ പഠിച്ചവനിക്കത് തരുമോ, ആ ഒരു ഡൗട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല എന്നുള്ള സംഭവം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ലോജിക്കിന്റെ സംഭവങ്ങൾ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ വാല്യൂസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വരുമ്പോൾ ലോജിക്കിന് കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാല്യൂ സെറ്റ് ചെയ്യാന്നില്ല. ഈ വാല്യൂ എപ്പോഴും ഒരു സ്പിരിച്വൽ കണക്റ്റഡ് ആയി ചിലപ്പോൾ ലെഫ്റ്റ് ആകും. ഓക്കെ ഫസിൽ സാർ, കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. എന്തായാലും ഇതുവരെ വീഡിയോ മോഡിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, സന്തോഷം. ഓക്കെ, ആരായിരുന്നു? ഓക്കെ, ബാക്ക് ടു സോറി. ഇതിനിടയിൽ ആ സാർ എന്ന് പറഞ്ഞപ്പോൾ മിസ് റിപ്ലൈ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഈ വാല്യൂ ഹോൾഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ ജേർണി അത്ര ഈസി ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ലോജിക്കുകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ഒരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ശരിയായിട്ടുള്ള തോന്നണമെന്നില്ല. കുറച്ച് സമയം നമ്മളെ ലോജിക്കൽ മാറ്റി വെച്ചിട്ട് നമ്മളെ ഇന്റൻഷൻ അവിടെ സെറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ആലോചിച്ചാൽ മതി. അത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നല്ല. ആ ഇന്റൻഷൻ അത്രയും പ്യുവർ ആണെങ്കിൽ നിങ്ങൾക്ക് വഴി, നമ്മളെ റൂമിന്റെ ഒക്കെ ഒരു കോട്ടുണ്ട്, നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിലും നിങ്ങൾ നടക്കുക, വഴി പിന്നീട് തെളിയുന്നില്ല. അതുപോലെ ആയിരിക്കണം, ആ ഇന്റൻഷൻ ആയിരിക്കണം നമ്മളെ ഫോക്കസ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എൻ്റെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് ഞാൻ ഈ ഒരു വാല്യൂ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒരു മാനേജർക്ക് തീരുമാനിക്കാം എൻ്റെ ഹോട്ടലിൽ വരുന്ന ഒരാളും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണെങ്കിലും ആൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഉണ്ടാവും. അതുപോലെ ഒരു ടീച്ചർ വിചാരിക്കുകയാണ് എന്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മുന്നിൽ വരുന്ന ഒരു കുട്ടിയും സങ്കടപ്പെട്ടിരിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ഒരു കുട്ടിക്കും അറ്റൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടാവരുത് എന്നുള്ള സംഭവം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ഈ ലോജിക്കായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മളെ വാല്യൂ, നമ്മളെ ഫോക്കസ് ഇല്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്ന അതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മൾ ഈ വാല്യൂ ഇരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവാം. നമ്മളെപ്പോഴും പറയില്ല നമ്മളെ വൈ എപ്പോഴും സ്ട്രോങ് ആവണം, ഞാനിത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ നമ്മൾ ആ വാല്യൂ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് സെഷനിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ടാവില്ലേ, വാല്യൂ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അടുത്ത ഇയർ ഒക്കെ വരാൻ വേണ്ടി പോവാണ്, നമ്മളൊക്കെ വാല്യൂകള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ നിയത്തുകള്, ഇന്റൻഷനുകള് ഏറ്റവും പ്യുവർ ആണെന്നുള്ള ഉറപ്പുവരുത്തുക. എപ്പോഴും ഒരു വാല്യൂ ഹോൾഡ് ചെയ്യുക. നമുക്ക് ഒരു സമയത്ത് ലാഭത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ഒരുക്ക റിവാർഡ് ചെയ്യും എന്നുള്ള കാര്യം കറക്റ്റാണ്. അത് എവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിലതൊക്കെ പറയുമ്പോൾ പറയാറില്ലേ, എനിക്കും അറിയാം എൻ്റെ പഠിച്ചവനക്കും അറിയാം എന്താണ് എൻ്റെ നിയത്ത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നില്ലേ. ആ ഒരു സംഭവം ഒന്നും കൂടെ സ്ട്രോങ് ആക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോജിക്ക് വെച്ചിട്ട് നമ്മളൊരു കുറച്ച് കോമൺ ചിന്തകൾ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് എത്തുമോ, അങ്ങനെ നമ്മൾ ഡൗട്ട് അടിപ്പിക്കുന്ന കാര്യങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മളെ വാല്യൂ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ റിയാസ് ഹക്കീം സാർ ഒക്കെ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആളെപ്പോഴും പറയുന്നതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സംഭവങ്ങളൊക്കെ തെറ്റാന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ വാല്യൂവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നില്ല. നമ്മൾ പ്രാർത്ഥനകളുടെ ഉത്തരം കിട്ടാനായാലും നമ്മളെ വാല്യൂസിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും വാല്യൂ സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നെ ഏത് ജേർണിയിലായാലും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് പേഷ്യൻസ് എന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വാല്യൂ സെറ്റ് ചെയ്ത് നമുക്കൊരു ഗോളിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ മുന്നേ നമുക്കിപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ കോടീശ്വരനാവണം അങ്ങനത്തെ മാജിക് ഒന്നും ഇല്ലാതെ നമുക്കൊരു ജേർണിയാണ്. ഈ ഒരു ജേർണിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറെ നമുക്ക് ക്ഷമിക്കേണ്ടി വരും. കുറെ കാര്യങ്ങളിൽ ഉത്തരങ്ങൾ നമുക്ക് എന്താ പറയുക കണ്ടെത്താതിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വാല്യൂ ആ ഒരു ഗോളിലേക്ക് എത്തുന്ന ആ ഒരു ജേർണി ഉണ്ട്. കുറച്ചു കാലം മാത്രമേ നമ്മളും ഈ വാല്യൂവും തമ്മിലൊരു കൂട്ടിമുട്ടലുകൾ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ട് വരും. നമ്മൾ വെക്കുന്ന വാല്യൂ നമുക്കിപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് റീതിങ്ക് ചെയ്യും. കുറച്ചുകൂടെ ലാഭം എനിക്ക് എടുക്കാമല്ലോ ബിസിനസ്സിന്, എന്നാലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ അവിടെ നിങ്ങളെ വാല്യൂനെ കോംപ്രമൈസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അവിടെ പേഷ്യൻസ് ആണ് ആവശ്യം. ആ ഒരു പേഷ്യൻസിന് എന്താ പറയുക ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും. നമ്മൾ പ്രാർത്ഥനിക്കുന്ന കേസായാലും ഇപ്പൊ വാല്യൂ സെറ്റ് ചെയ്യുന്നതായാലും ഇനി അല്ലാത്ത എന്ത് സംഭവങ്ങളായാലും നമ്മൾ പേഷ്യൻസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നില്ല. എന്ന് പറയാനില്ല, ഒരു കോമ്പൗണ്ട് എഫക്റ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് റിസൾട്ട് കൊണ്ടുവരും. അത് വിശ്വസിക്കുക എന്നുള്ളതാണ് എവിടെയാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ടിങ് ജേണി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഏതൊരു സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കോളേജ് ഉണ്ട് PSMO കോളേജ്. അത് ചിലർക്ക് അറിയുന്നുണ്ടാവും, റിപ്പീറ്റഡ്ലി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. PSMOന്റെ ചരിത്രം എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് അറിയുന്നവർ നിർത്തൂല എന്നുള്ളതാണ്. 1979-80 കണ്ടിട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് MK ഹാജി എന്ന് പറഞ്ഞ ഒരാള് നാട്ടില് കോളറ പിടിച്ച സമയത്ത് കുറെ ആളുകൾ, കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ മരിച്ചു പോയപ്പോൾ ആള് മക്കളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിലൊരു പള്ളിക്കൂടം സിസ്റ്റം ആണല്ലോ നമ്മൾ ആ സമയത്തൊക്കെ ഉള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അതിനെ ഒരു എത്തീംഖാനയിലേക്ക് കൊണ്ടെത്തിക്കാന്നുള്ള പ്ലാനായി.
അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് എം കെ ജി അത്ര വലിയ പണക്കാരനൊന്നുമല്ല. ഇപ്പൊ ഉമ്മയും ഉപ്പയും വേർപിരിഞ്ഞിട്ടോ അതോ വേറെന്തോ പ്രശ്നത്തിലായിട്ട് ഉമ്മന്റെ നാട്ടിലാണ് ആള് ജീവിക്കണമൊക്കെ. അപ്പൊ ചോദിക്കുന്നുണ്ട് നമ്മള് പൊതുവേ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ധനമുള്ള വ്യക്തിയാണെങ്കിൽ ആരും അത് ചോദിക്കില്ല. ആളടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു എത്തീംഖാന സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോകുന്നതെന്നില്ല. അപ്പൊ ആളെന്ന് കൊടുത്തൊരു ഉത്തരം ഉണ്ടായിരുന്നു, മദിരാശിയില് ഓറഞ്ച് വലിച്ച് കൈയാണെന്നുള്ള ആ ഒരു എന്താ പറയുക ധൈര്യത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്താണ് എത്തിങ്ങാനെന്നല്ല. പിന്നീട് കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് എത്തിങ്ങാനയിലേക്ക് വരുന്നുണ്ട്. ഈ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഏതൊരു വ്യാപാരി ആളെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയൊരു അനുഭവമൊക്കെ പറയാം. ആളൊരു ആത്മകഥ ഉണ്ട്, MK ഹാജി എന്ന് പറഞ്ഞിട്ടില്ല, അതിൽ പറയുന്നുണ്ട് കാർക്കിച്ച് തുപ്പിയൊരു അനുഭവം പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ വളരെ ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്ത സമയത്ത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് ഇങ്ങനെ കൊടുത്തിട്ടില്ല, എങ്ങനെയാണ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി MK ഹാജി പറഞ്ഞു, അള്ള എല്ലാം കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്നെ എവിടെയും ഒഴിവാക്കൂല അല്ലെങ്കിൽ എന്നെ എവിടെയും തളർത്തൂല എന്നുള്ളൊരു കാര്യം. ഇപ്പോ പിന്നീട് ആളുടെ MK ഹാജിന്റെ ശേഷം PSMO കോളേജിൽ ഇന്നും അറിയുന്നുണ്ടാവും, അവിടെ LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, TTC ഉണ്ട്, എവിടെയും ഡൊണേഷന് വാങ്ങൂല. ടീച്ചേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിന് ഡൊണേഷൻ എവിടെയില്ല. ഇന്ന് നമ്മൾ കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകളിൽ 70 ലക്ഷം 60 ലക്ഷം വാങ്ങുന്ന സമയത്തൊക്കെയും PSMO അത് വാങ്ങാറില്ല. അത് അവിടെ MK ഹാജി എന്നുള്ള വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട് വാങ്ങരുത് എന്നില്ല. അതുകൊണ്ട് ഇനി ഒരാൾക്കും ആ ഒരു വാല്യൂ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നമ്മളെ ഈ സെഷനിലോട്ട് കണക്ട് ആക്കിയത് ആള് സെറ്റ് ചെയ്തൊരു വാല്യൂ ആണ്. ഈ PSMOയിലേക്ക് വരുന്ന ഒരാളെ കയ്യിൽ നിന്നും അനാവശ്യമായിട്ട് പണം വാങ്ങരുത് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പൈസ വാങ്ങരുത് എന്നുള്ള സംഭവം അത് ഇപ്പോഴും അവിടെ നിലനിർത്തി പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു PSMO അല്ല ഐത്തിങ്കാനൊക്കെ. ഇപ്പത്തെ MKH ഹോസ്പിറ്റലുണ്ട് തിരൂര്, കക്കാട് തൊട്ട് ഏകദേശം കക്കാട് കഴിഞ്ഞ് തിരൂരങ്ങാടി മുതൽ ഒരു ചെമ്മാടിന്റെ അടുത്ത് വരെ PSMO MKHന്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നാളെ ഫാമിലിക്ക് ഉയർന്നു, നല്ല രീതിയിലായി, അവരുടെ ഹോസ്പിറ്റലും മാർക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അന്ന് സെറ്റ് ചെയ്തൊരു വാല്യൂ ഇന്നും അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അന്ന് MKH ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്നും PSMOയില് ഏത് കുട്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനിൽ MK ഹാജിന്റെ കഥയാണ് പറയാറില്ല. നമ്മളൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് കണ്ണീര് എല്ലാവരും കണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്റെ കുടുംബത്തിന്റെ സന്തോഷം നോക്കാതെ ആൾ എത്തിയുമായ ഒരാളായിരുന്നു. 7-ാം വയസ്സിൽ ഞങ്ങളുടെ ഉപ്പ മരിച്ചിട്ട്. അപ്പോ ഒരു എത്തീമിന്റെ വേദന അറിഞ്ഞ് അവിടെ നിന്ന് എന്താ പറയാ കുറെ എത്തിയ മക്കളെ ഉണ്ടാക്കി ഇന്ന് PSMO എത്തി നിൽക്കുന്ന ഒരു ഇന്ന് കോളേജിൽ ഇന്ന് ഓട്ടോണമസ് കോളേജ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വാല്യൂ ആയിരിക്കും നിങ്ങളെ നയിക്കുന്നുണ്ടാവുന്നുള്ള എക്സാമ്പിൾ പറയാനാണ് വന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോ ഒരു ബിസിനസ്സിലൊക്കെ സെറ്റ് ചെയ്ത വാല്യൂ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി വരുന്നൊരു ജനറേഷൻ അത് മുന്നോട്ട് കൊണ്ടുപോകും. അത് ആ ഒരു വാല്യൂ അവിടെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ യൂസുഫലിക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് ഏതൊരു വൃദ്ധസദനം ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഉണ്ട് എന്റെ കാലശേഷം ഇവിടേക്കുള്ള ചെലവിന് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നില്ല. അപ്പൊ ചില വാല്യൂസ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാലശേഷം അത് ഈ ജനറേഷനെ നയിച്ചുകൊണ്ടേയിരിക്കും. ഈ നമ്മളെ വാല്യൂസിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വാല്യൂസ് സെറ്റ് ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ഒന്നുമില്ലല്ല. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ഡെയിലി അങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓക്കെ അല്ലാണ്ട് എത്തും. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡൗൺ ആയി പോവാന്നുള്ളതൊക്കെ. ഇവിടൊക്കെ നമ്മൾ ഈ എനർജിയാണ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സെഷനിൽ പലപ്പോഴും പല ആവർത്തി കേട്ട് നിങ്ങൾക്ക് ശീലിച്ചിട്ടുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, മെഡിറ്റേഷൻ അങ്ങനത്തെ ഒക്കെ ഫോളോ ചെയ്യാന്നില്ല. അതൊരു പരിധി വരെ നമ്മളെ ചിന്തന കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് തീരുമാനിക്കുകയാണ്. ഒരു മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ അറിയുന്നവർ ചെയ്യുന്നുണ്ടാവും. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം കേട്ടോ. സ്റ്റുഡൻസിന് മാത്രമല്ല, ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് നമ്മളെ തോട്ട്സിന് അല്ലെങ്കിൽ നമ്മളെ എനർജി ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെഡിറ്റേഷനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഒരു മെഡിറ്റേഷന് ജേർണൽ റൈറ്റിംഗ് അങ്ങനത്തെ ചില ഹാബിറ്റുകൾ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമുക്കൊന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് നമ്മൾ വാല്യൂസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ലോജിക്കാണ് വർക്ക് ആവുക. ഇതൊക്കെ ശരിയാവും, അതഞ്ഞ് ശരിയാവൂലേ. അപ്പോൾ അങ്ങനെ ഇരിക്കാണ്ട് നമ്മൾ ആ വാല്യൂസ് നമുക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു ജേർണിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെ നമ്മളെ മൈൻഡിന് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടി ജിമ്മിൽ പോവും, നല്ല ഫുഡ് കഴിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതുപോലെ നമ്മളെ മൈൻഡിനെ ഫിറ്റ് ആക്കാൻ, മൈൻഡിനെ ഓക്കെ ആക്കാൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ബേസിക്കലി ഇപ്പൊ നമുക്ക് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. ഇതുകൊണ്ടാണ് നമ്മൾ മൈൻഡിനെ നമ്മളെ തോട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും വഴിയിൽ ഇപ്പൊ മെഡിറ്റേഷൻ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ കുറച്ച് സമയം നമ്മളെ സെൽഫിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതൊക്കെ പറയും. നമ്മളൊക്കെ ടാസ്ക് ആയിട്ട് കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്, പ്രാക്ടീസ് ദി കാംനെസ് എന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കി ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് ഒരു 10 മിനിറ്റ് സമയം ഫോണും എല്ലാ തിരക്കും മാറ്റി വെച്ച് ഞാനായിട്ടിരിക്കാൻ, ഇപ്പൊ നമ്മൾ Instagramലൊക്കെ കാണലുണ്ട് സോളോ ഡേറ്റ് അല്ലെങ്കിൽ സോളോ ട്രിപ്പ് എന്നുള്ളതൊക്കെ, ഞാനായിട്ടിരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ ഒരു 10 മിനിറ്റ് പോലും നമുക്ക് നമ്മളെന്ന വ്യക്തിന്റെ ചിന്തകള് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങള് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ ഓടാനുണ്ട്, അല്ലെങ്കിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ അതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതൊന്നുമല്ല പറയുന്നത്. നിങ്ങളെ സെൽഫിനെ നോക്കിയാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു ദിവസമൊക്കെ അതിനൊരു സമയം കണ്ടെത്തുക. ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളെ ചിന്താരീതികൾ എങ്ങനെയാണ്. പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്യാനാണ് നമ്മളെ ഫാമിലി നെറ്റ് ഒരു നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം. എവിടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തുന്നത് വീടാണ്. ഞാൻ എല്ലാ സെഷൻസിലും റിപ്പീറ്റഡലി പറയുന്ന ഒരു സംഭവം ഫാമിലി കണക്ഷൻ എന്നുള്ളതാണ്. ഇതാർക്കെങ്കിലും ചടുപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. ശരി, നമുക്ക് വരുന്ന സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മൈൻഡിന്റെ ഒക്കെ ഒരു ഏരിയ കണക്ട് ചെയ്തിട്ട് നിൽക്കുമ്പോൾ കേൾക്കുന്നത് പലപ്പോഴും ഫാമിലി അത്ര ഓക്കെ അല്ല, അല്ലെങ്കിൽ പാരന്റ്സ് അത്ര കണക്റ്റഡ് അല്ല. ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് നിങ്ങളടുത്ത് പറയാന്നുള്ളതാണ്. ഒരാളുടെയെങ്കിലും ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും മാറിയില്ലെങ്കിലും ഒരാളുടെ ചിന്തയിലെങ്കിലും എന്റെ കുടുംബത്തിനൊന്ന് പരിഗണിക്കണം എന്നൊരു ഓർമ്മ വരികയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന രീതി നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നതാണ്. നിങ്ങൾ ഫാമിലിനെ കൺസിഡർ ചെയ്യാന്നുള്ള സംഭവം. ആ തിരക്കുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവരോട് ഒരു സമയം, ഏതെങ്കിലും ഒരു സമയം, നമ്മൾ എല്ലാ സമയം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ആളെ വീട്ടിൽ എല്ലാ സമയവും വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. നേരത്തെ ആര് വന്ന് എത്ര വിശന്ന് കാത്തിരുന്നു കഴിഞ്ഞാലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നൊരു സിസ്റ്റം. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ വീട്ടിലത്തെ ഫുഡ്, നമ്മളെ ഭാര്യ ഉണ്ടാക്കിയ, നമ്മളെ ഉമ്മ ഉണ്ടാക്കിയ, നമ്മളെ മക്കൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം സമയം കണ്ടെത്തുക. ഇതൊക്കെ എനർജി നമ്മൾ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മളെന്ന് വ്യക്തി പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വലിയ ഗോള് നേടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെന്ന് വ്യക്തി നോക്കിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളെ സെൽഫിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും മൈൻഡിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നില്ല. പിന്നെ എപ്പോഴും എല്ലാ മനുഷ്യരുടെ കൈൻഡ് ആവാം. നമ്മൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ മരിച്ചു വിടുന്ന് പോകാനുള്ളതാണ്. ആ ഒരു ഓർമ്മയും കൂടെ എപ്പോഴും വെക്കുക. നമ്മൾ ആരടുത്ത് കർമ്മ ഇസ് ബാക്ക് എന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും എല്ലായിടത്തും കാണുന്നതാണ്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് ഇന്റൻഷൻ നമ്മൾ സ്റ്റാർട്ട് ഒന്ന് റീകോൾ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇനി ഞാൻ കുറേ പറയുന്നില്ല. ആ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് നമ്മളെ ഗോളിലേക്ക് റീച്ച് ചെയ്യാതെ കൊണ്ടിരിക്കുന്ന ഒരു ജേർണിയിലാണെങ്കിൽ നമുക്ക് ഈ പോസിറ്റീവ് എനർജിയോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളെ ഗോൾസിലേക്ക് നമ്മൾ സ്മൂത്ത് ആയിട്ട് എത്തിച്ചേരും. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മളെ മൈൻഡ് ഓക്കെ ആക്കാന് മെഡിറ്റേഷനോ ജേർണൽ റൈറ്റിങ്ങോ പറ്റുന്ന പോലെ ചെയ്യാം. എന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കൊക്കെ തിരക്കണം, നമുക്കറിയാതെ നമ്മളൊക്കെ മനുഷ്യരാണ്. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ പറ്റണമെന്നില്ല. പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. നമുക്ക് കിട്ടിയിട്ടുള്ള ചിന്തനെ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ള മനുഷ്യരിലേക്ക് എത്തിക്കാതൊക്കെ നമ്മൾ പോവാന്നുള്ളത് നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് പോലും ചെയ്യുന്നൊരു തെറ്റായിട്ട് നമുക്ക് വേറൊരു തരത്തിൽ കണക്കാക്കാൻ പറ്റും. ചുറ്റുള്ള മനുഷ്യരോട് നമ്മൾ ഖുറാനിൽ എല്ലായിടത്തും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നബിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും ഉത്തമന് നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുന്നവനാണെന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ന വ്യക്തി കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ തലയിലേറ്റി അല്ലെങ്കിൽ വലിയ വലിയ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, നിങ്ങൾ എനർജി സെറ്റ് ചെയ്യാന്നില്ല, അതൊരു പോസിറ്റീവായിട്ട് ഒരു നല്ല രീതിയിലാണ് നിങ്ങൾ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക എല്ലാ സമയത്തും. അതാണ് ചെറിയ രീതി ഇപ്പോഴും ഓർമ്മപ്പെടുത്താനില്ല. ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ ആകത്തുകത്രേ ഉള്ളൂ. നമ്മളൊന്ന് വാച്ച് ചെയ്യുക ഒരു ദിവസത്തിൽ എന്റെ ചിന്തകൾ ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഡിസ്കണക്റ്റഡ് ആവാം. ചിലപ്പോൾ ചില ആൾക്കാരായിരിക്കും, ചില ഗ്യാങ്ങുകളായിരിക്കും. നമ്മളിപ്പോൾ വർക്കിംഗ് പ്ലേസിലാണെങ്കിലും ചിലർക്ക് ഓരോ ക്യാരക്ടർ ആയിരിക്കും ഇത്. ഇപ്പൊ നമുക്ക് അവരെ പോയി മാറ്റുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ എന്നൊന്നും പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ന വ്യക്തിക്ക് അവരിൽ നിന്നൊരു അകലം പാലിക്കാം. അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ലേ? അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്? അപ്പൊ നമ്മളെ സംസാരങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതെന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കും എന്ന് വല്ല നന്മമരാണല്ലോ എന്ന്. ചില നന്മമരങ്ങൾ നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ ആവശ്യമാണെന്ന് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിനൊരു തെറ്റൊന്നുമില്ല നന്മമരം എന്ന് പറയുന്നതിന്. കുറച്ച് മുന്നൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നവരാണെങ്കിൽ പറയും ഓള് വലിയ നന്മമരം, ഓൾ പ്ലാസ്റ്റിക് ഒന്നും ഇടൂല, അല്ലെങ്കിൽ ഓന് വലിയ ആള്, ഓൻ വലിയ സാമൂഹ്യ പ്രവർത്തകന്. മൈക്കൊന്നും ഇരിക്കുകയാണ്, ഓ വലിയ സാമൂഹ്യ പ്രവർത്തകനൊക്കെ രീതിയിൽ പറയുമല്ലോ. പക്ഷെ നമ്മളെ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ നമ്മൾ നല്ല വ്യക്തിയാകുന്ന കരുതി അതൊരു പ്രശ്നമൊന്നുമില്ല. അത് മനസ്സിലാക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയാം നമ്മളെ ഇന്റൻഷൻ എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തു തരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വാല്യൂ കണക്ട് ചെയ്യുക. അത് സ്പിരിച്വൽ വാല്യൂ. നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവും, നമുക്കറിയാം. ഞാൻ ഈ പറയുന്ന പോലെ അത്ര ഈസി ആവില്ല അത്. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ലോജിക്കൽ ഉണ്ട്. എന്നിരുന്നാലും നമ്മളെ വാല്യൂ എന്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പിന്നീട് എന്നത് നമ്മൾ ആ ഒരു വാല്യൂനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ന വ്യക്തി ഓക്കെ ആയിട്ടിരിക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക.
മൈൻഡിനാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ അങ്ങനത്തെ നിങ്ങൾക്ക് കണക്ട് ആവണം. അതന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് ഇപ്പോൾ നമ്മളെ ഫാമിലിയായി കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. നിങ്ങൾ എന്ന വ്യക്തിനെ സന്തോഷിപ്പിക്കാൻ ഏതെങ്കിലും ഒരു രീതിയിൽ കണ്ടെത്തുക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മക്കളുടെ കൂടെ വരൻ്റെ കൂടെ ഒക്കെ പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ വിസിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ നാച്ചുറൽ ഇപ്പോൾ ചെടി സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. നിങ്ങളിത് വ്യക്തിനെ ഓക്കെ ആക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇന്ന് അരമണിക്കൂറിൽ 35 മിനിറ്റ് സെഷൻ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഫസലെ സാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒത്തിരി സമയം ആളെ വീഡിയോയിൽ നിന്നിട്ട് എനിക്ക് കറക്റ്റ് എനർജി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഫീഡ്ബാക്ക് പറയാൻ എന്തെങ്കിലും അല്ലെങ്കിൽ സജഷൻസോ പറഞ്ഞതിൽ തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ആരും ഇവിടെ ഇല്ലേ? എല്ലാവരും പോയിട്ടുണ്ടേന്നോ? ആ മിസ്റ്റർ ഫസ്റ്റ് ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഓ സെഷനിൽ കയറിയില്ലല്ലേ? ഞാൻ ഇന്ന് കേറി, ഞാന് സൗണ്ട് ഫുള്ള് ക്ലാരിറ്റി ആവാത്തോണ്ടേ ഇന്ന് വെറുതെ പിന്നെ എടുത്തിട്ട് മറ്റന്നാളത്തെ ക്ലാസ് മിസ്സായി പോണ ഇഷ്ടം. ഏതായാലും ഞാൻ ക്ലാസ് ഫുള്ള് കേട്ട് ഭയങ്കര സന്തോഷട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് കുറച്ചു, ഇത്ര ഫ്ലോയിലൊന്നും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ടീം മെമ്പർ ഇത്ര വളർന്നൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം. ഏതായാലും നിങ്ങളുടെ സംസാരിക്കുന്ന സമയത്തെ ഞാനിപ്പോ ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കിത് പബ്ലിക്കായിട്ട് നിങ്ങളോട് പറയണം തോന്നി. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോ ഒരിക്കലും ഒരാളെ ശ്രദ്ധ തെറ്റിപ്പോവില്ല. ആ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പേ ഫസൽക്ക നല്ല കണക്ഷൻ അല്ലേ അഭിനവ് ബ്രോ? ഓക്കെ ഓക്കെ, നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കേട്ടിരിക്കാൻ പറ്റി. കാരണം ഞാൻ ഇവിടെ നല്ല ഇടിയും മിന്നലും ആണ്. പക്ഷെ എന്നിട്ടും ഞാൻ അത് നിന്ന്. കാരണം എന്താ അറിയോ, അത് ഫുള്ള് ആ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഇതിലാണ് എല്ലാ സാഹചര്യവും അതിജീവിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ്. താങ്ക് യു സോ മച്ച്. ഡെഡിക്കേഷൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. നാളത്തെ പ്രോഗ്രാമിൽ വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. താങ്ക് യു മിസ്റ്റർ. താങ്ക് യു സോ ഇൻഷാല്ലാ, മച്ച്. നാളെ മീറ്റ് ചെയ്യാം. ഇൻഷാല്ലാ. ഓക്കെ. ഓക്കെ. ഹസീന മാം കോഴിക്കോട് എത്താറായിന്നെന്തോ പറഞ്ഞിരുന്നല്ലേ? താങ്ക് യു. അജു മഠത്തിൽ കേട്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. അജ്മൽ സർ താങ്ക് യു. ഈ മോട്ടോർ പോളോ ആരാന്നറിയില്ല. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്? മാഷല്ല, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുള്ളതുണ്ടോ? എന്തെങ്കിലും തിരുത്താനുള്ളതോ എന്തെങ്കിലും? കണക്ട് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളി. കാരണം മിസ്റ്റർ പറഞ്ഞ മാതിരി നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് നടക്കും എന്നുള്ളത് സത്യമാണ് ലൈഫില്. നമ്മൾ ഒന്നിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നടക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല്, കാരണം ഞാൻ കഴിഞ്ഞ ഈ മാസം നവംബർ 9-ാം തീയതി ഞാനൊരു പ്രസംഗ പരിശീലന ക്ലാസ്സിന് പോയി. അപ്പൊ ആ ക്ലാസ്സിന് പോയ സമയത്ത് തന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, അടുത്ത ഞായറാഴ്ച 16-ാം തീയതി ക്ലാസ് ഉണ്ട്. ആ 16-ാം തീയതി ആ സാറ ക്ലാസ്സിൽ ഒരു സെക്ഷൻ എനിക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം. അതിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മനസ്സ് തിങ്കൾ തൊട്ട് ഇങ്ങനെ കളിക്കുക, വെള്ളി വരെ മനസ്സിലിങ്ങനെ. അപ്പൊ സാറെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞ 4 ബാച്ചിലുള്ള സ്റ്റുഡൻസ് വെയിറ്റിംഗിലാണ്, അവരത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ പരിഗണിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സ് ഇങ്ങനെ വിടുന്നില്ല. കാരണം എന്തായാലും ഈ ഞായറാഴ്ച ക്ലാസ് എടുക്കണം. കാരണം മനസ്സിങ്ങനെ വിടാണ്ട് കളിക്കുക. അങ്ങനെ ഞാൻ എന്തായാലും എന്റെ പെങ്ങളെ മകളെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിച്ചു. അവളെയും കൊണ്ട് ഞാൻ ആ ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് പോയിരുന്നപ്പോ സാറ് പറഞ്ഞ 4 പേരും വന്നിട്ടില്ല. ക്ലാസ് സെക്ഷൻ എടുക്കാന്ന് പറഞ്ഞ് ആരും വന്നില്ല. അപ്പോ സെക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ സാർ എന്നോട് പറഞ്ഞു, ഇന്ന് എന്റെ ചാൻസ് ആണ്, ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു 1 ഡേ സെക്ഷൻ ലീഡ് ചെയ്യാൻ സാധിച്ചു. കാരണം നമ്മൾ മനസ്സിൽ എങ്ങനെ ഒരു ആഗ്രഹിച്ച ഒരു സാധനം ഇറങ്ങി തിരിച്ചാല് അത് നമ്മളെ തേടി വരും എന്നുള്ളത് അത് എനിക്ക് ശരിക്കും അന്ന് ഫീൽ ചെയ്യും. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമ്മൾ ഈ തവക്കുലിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ടേം മാനിഫെസ്റ്റേഷൻ ആയിട്ട് വിഷ്വലൈസേഷൻ ആയിട്ട് പറയുന്നുണ്ടെന്നൊക്കെ ഉള്ളൂ. നമ്മളിപ്പോ പഠിച്ചു വന്നുള്ളതൊക്കെ തവക്കുൽ അതാണല്ലോ. ഏറ്റവും പ്യുവർ ആയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് ആ കാര്യം നടക്കും എന്നുള്ളത് പഠിച്ചവന്റെ അടുത്ത് തവക്കുലാക്കി വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ. അതിന്റെ വേറൊരു പേരാണ് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ തിയറി പറയും പോലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തായാലും സന്തോഷം. ഇതിപ്പോ ഇവിടെ ഫസിലിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ചിലർക്കും കണക്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു പ്രതീക്ഷ വരും. അതാണ് നമ്മൾ എക്സ്പീരിയൻസിലൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗുണം.
നമുക്ക് നമ്മളൊക്കെ ഒരു വെളിച്ചം തേടി നടക്കുകയാണ്. പല പ്രശ്നങ്ങളിലായാലും ഒരു പരിഹാരമായിട്ട് ഒരു വെളിച്ചത്തിന്, ആ വെളിച്ചത്തിന് ആരെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കായിരിക്കും ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ. അപ്പൊ ഫസലിപ്പോ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മുന്നിൽ വന്നിട്ടുണ്ടോ, എന്റെ ആഗ്രഹം ആ ആള് പറഞ്ഞ പോലെ നടന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷ. എന്തായാലും സന്തോഷം ഒരുപാട്. നെക്സ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും പറയാനുള്ളതുണ്ടോ? അജു മഠത്തിൽ. ഹലോ. ഹലോ, ആ ആരും പറഞ്ഞോളി. ഞാനിവിടെ ഉണ്ട്. ആ, ഓക്കെ. ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ ക്ലാസ്സിന് കേറുന്നത് കേട്ടോ. ക്ലാസ് തന്നെ നമ്മളെ വിട്ടുപോവാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയണത് ചെറിയ കാര്യമില്ല. മാഷാ അല്ലാ, നല്ല രസമുണ്ടായിരുന്നു. ഇനിയും നല്ല നല്ല സെഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ കിട്ടട്ടെ. ഇതാ കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ ഹാല്, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇൻഷാല്ലാ റിഫ്ത്ത് ഇതുപോലെ വന്ന സെഷൻ എടുക്കും. ആളിപ്പോ ചെറിയൊരു മക്കളൊക്കെ ആയിട്ട് ഒന്ന് ബിസി ആയതിന്റെ തിരക്കിലാണ്. ആള് നല്ല പവർഫുൾ ആയിട്ട് സെഷനൊക്കെ എടുക്കുന്ന ആൾ തന്നെയാണ്. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും? നമ്മൾ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ എന്ന് വിളിക്കണോ? ഷംന മാം, ഇർഫാന മാം, ജാഫർ സർ, നസീറ മാം. ഹലോ. ഹലോ. ഞാന് ഇന്ന് പോസ്റ്റർ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചത് ശനിയാഴ്ചയല്ലേ, 8 മണിയായല്ലോ, ഒന്നും കണ്ടിപ്പോ ഞാൻ ഫോൺ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കമ്മ്യൂണിറ്റി ഓപ്പൺ ആക്കിയ സമയത്ത് ലിങ്ക് മാത്രം കണ്ടു. പിന്നെ ഞാൻ നോക്കി ഇന്നത്തെ തന്നെയാണോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എനിക്കിന്ന് വേണ്ട കാര്യങ്ങൾ ഇന്ന് കറക്റ്റിൽ നിന്ന് കിട്ടിയ ഫയലിലേക്ക് എന്നെ എത്തിക്കേണ്ടിട്ട് ചെറിയൊരു തോട്ട് പഠിച്ചാൽ കിട്ടാന്നാണ് ഉള്ളിൽ ഇന്നത്തെ ക്ലാസ്. ഞാൻ അങ്ങനെ ആലോചിക്കില്ല, വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തോന്നി. അൽഹംദുലില്ലാ ഇന്ന് ആ ഒരു വാല്യൂവിന്റെ കാര്യവും കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഫസൽ സാറേ ഓല് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആഗ്രഹം നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചാല് കിട്ടുന്നുള്ളതും കുറെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് കിട്ടി ഈ ഒരു സമയത്തിന്റെ ഉള്ളില്. മാഷാ അല്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഇർഫാന മാം. നമ്മൾ സ്റ്റുഡന്റ് ഇർഫാന മാം ആണോ ബാച്ച് 12 ഉണ്ടായിരുന്നത്? അല്ല. അല്ല, ഇത് ചോദിച്ചാണ് കേട്ടോ. ഇർഫാൻ എന്നുള്ള പേര് കണ്ടപ്പോ എന്തായാലും സന്തോഷം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചില സാധനങ്ങൾ കിട്ടുന്നില്ല, അതുപോലെ കിട്ടിയ കാര്യങ്ങൾ ഏറ്റവും അടിപൊളിയായി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന്റെ റിസൾട്ട് ഒക്കെ പഠിച്ചവൻ വേഗത്തിലേക്ക് എത്തിക്കട്ടെ ഇൻഷാല്ലാ. താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലീമ മാം, ജിസ്ന മാം, നസീറ മാം, ഹർഷിത മാം, സമ്മാസർ, ഹസീന മാം യാത്രയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു SK കാണുന്നുണ്ട്. അജു സർ, ഒരു മോട്ടോർ പോള മാംഗ്ലൂരിൽ നിന്നൊന്നും ഒരാൾ പറഞ്ഞിരുന്നല്ലോ. ആളെ പേരൊന്ന് സൂമിൽ ചേഞ്ച് ചെയ്യണേ. നമുക്ക് അറിയില്ല കേട്ടോ ആരാണ് ആള് എന്നില്ല. അതാണ് ഈ മോട്ടോറോള ആ ഒരു പേര് തന്നെ വായിച്ചത്. സൂമിൽ അതാണ് കൊടുത്തിട്ടില്ല. കൗസർ, ഓക്കെ. താങ്ക് യു കൗസർ സർ. ഈ ഫീഡ്ബാക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ആർക്കും ഒന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? കുറെ ആൾക്കാർ ചാറ്റ് ബോക്സിൽ വന്നിരുന്നു കേട്ടോ റെസ്പോൺസ് ആയിട്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടത് കിട്ടി, മാഷാ അല്ലാ. താങ്ക് യു. മെഡിറ്റേഷൻ അയച്ചു തരാം കേട്ടോ. എന്റെ ഗ്രൂപ്പിൽ ലിങ്ക് വന്ന നമ്പറിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെഡിറ്റേഷൻ അയച്ചു തരാം. താങ്ക് യു. നെക്സ്റ്റ് ആരും ഒന്നുമില്ലല്ലോ. അഭിനവ് സർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടായിരുന്നോ? എനിക്ക് ലാസ്റ്റ് ആണ് നിങ്ങൾ ജോയിൻ ചെയ്ത് തോന്നുന്നല്ലേ? ഞാനൊരു ഇടക്കയം വന്ന ഞാൻ പുറത്തായിരുന്നു. ഓക്കെ. ക്ലാസ് അടിപൊളിയായിരുന്നു. ഞാൻ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസായിട്ട് എനിക്ക് കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അടിപൊളി സെക്ഷൻ ആയിരുന്നു. കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മള് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങനെ റിമൈൻഡ് ചെയ്ത് വരുമ്പോ അതൊരു സുഖമാണല്ലോ. നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങള് മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഇടയ്ക്കിടക്ക് ഞാൻ എല്ലാ ടോപ്പിക്കിലും കേറലുണ്ട് ക്ലാസ്. മാമിന്റെ പേരെന്തായിരുന്നു? ഞാൻ മുബീന. നമ്മളെ ഫെസ്റ്റ് 5 മുബീന മാം അല്ലേ? പേര് ചേഞ്ച് ചെയ്തില്ല. അതൊക്കെ ഞാൻ അജു മഠത്തിൽ കണ്ടപ്പോ ആരാ മനസ്സിലായില്ല. എന്തായാലും പേര് മാറ്റിയില്ല. താങ്ക് യു. എന്നാലും അടിപൊളി സെക്ഷൻ ആയിരുന്നു. മാഷാ അല്ലാ, ഒന്നും പറയാനില്ല. താങ്ക് യു മാം, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നോ? മെഡിറ്റേഷന് ഗ്രൂപ്പിൽ ലിങ്ക് വന്ന നമ്പർ ഇല്ല, അതൊക്കെ ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഹലോ ഹലോ ഹലോ. ഒരു മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ അയച്ചു തരാം. ഓക്കെ. നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എനിക്കാവണമെന്നില്ല, ആർക്കാണെങ്കിലും. ഇനിയിപ്പോ നമ്മളൊന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയത് ആ ഗ്രൂപ്പിൽ അഡ്മിൻസിൽ ഉണ്ടാവും. 3 നമ്പർ അഡ്മിൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും നമ്പർക്ക് മെഡിറ്റേഷൻ എന്ന ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു. എന്തായാലും ഞാൻ അടുത്ത സെഷനിൽ കാണാം ഇൻഷാല്ലാ. അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഇതുപോലെ നമുക്ക് ഇതിലും പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും സന്തോഷം, ഇത്ര സമയം നിങ്ങളൊക്കെ സെഷനിൽ ഇരുന്നല്ലോ കണക്റ്റഡ് ആയിട്ട്. താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാം.